നമസ്കാരം. ആപ്ലിക്കേഷനുകൾ ഇല്ലാത്തൊരു മൊബൈൽ ഫോൺ ജീവിതവും അതോർക്കാൻ പോലും സാധിക്കാത്തവരാണ് പലരും. ദിവസവും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനെങ്കിലും ഉപയോഗിക്കാത്തവരായി നമുക്കിടയിൽ ആരുമുണ്ടാകില്ല. പാട്ട് കേൾക്കാൻ ഒരു ആപ്പ്, സിനിമ കാണാൻ മറ്റൊന്ന്, മെസ്സേജ് അയക്കാൻ ഒന്ന്, സാധനം വാങ്ങാൻ ഒന്ന്, വണ്ടി വിളിക്കാൻ മറ്റൊന്ന്, പണം അയക്കാൻ വേറെ ആപ്പുകൾ. അങ്ങനെ എത്രയെത്ര ആപ്ലിക്കേഷനുകളാണല്ലേ നാം ഓരോരുത്തരും ഓരോ ദിവസവും ഉപയോഗിക്കുന്നത്. സുഹൃത്ത് പറഞ്ഞോ, ഏതെങ്കിലും ടെക്നിക്കൽ എക്സ്പേർട്ടിന്റെ ഉപദേശം കേട്ടോ പല സാഹചര്യത്തിലായി നാം ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ആപ്പിന്റെ പേര് മാത്രം നോക്കിയാകും പലരും അത് ഇൻസ്റ്റാൾ ചെയ്യുക. പലതരം ആപ്ലിക്കേഷനുകൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ചിലപ്പോൾ നമ്മുടെ വ്യക്തി വിവരങ്ങൾ വരെ ചോരാൻ ഇത് കാരണമാകും. ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഈ വിഷയത്തിൽ ഒരു മാർഗനിർദ്ദേശം കേരള പോലീസ് തന്നെ നൽകുകയാണ്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: സാധാരണ ആപ്പുകളുടെ വിശദാംശങ്ങളിൽ ഡെവലപ്പറുടെ പേരും ആപ്പിന്റെ പേരും ഉണ്ടാകും. സംശയം തോന്നിയാൽ അത് നിയമാനുസൃതമുള്ളതാണോ, ഡെവലപ്പറുടെ വിശദാംശങ്ങൾ തുടങ്ങിയവ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടെത്താം. ആപ്പുകളുടെ വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളവയിൽ സ്പെല്ലിംഗ് അല്ലെങ്കിൽ ഗ്രാമർ തെറ്റുകൾ ഉണ്ടാകും. അങ്ങനെ കാണുന്നവ വ്യാജ ആപ്പുകളായിരിക്കും. അപ്രകാരം സംശയം തോന്നിയാൽ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് വ്യക്തത വരുത്താവുന്നതാണ്. പ്ലേ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കാണുന്ന ആപ്പുകളുടെ യൂസർ റിവ്യൂ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രവർത്തനത്തിന് ആവശ്യമായ പെർമിഷനുകൾ മാത്രം നൽകി വേണം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ പെർമിഷൻ ആവശ്യപ്പെടുന്ന ആപ്പുകൾ അപകടകാരികളാണ്. അഡ്മിനിസ്ട്രേഷൻ പെർമിഷൻ നൽകുന്നതോടെ പ്രസ്തുത ആപ്പിന് നമ്മുടെ മൊബൈലിലെ എന്തെങ്കിലും ഏത് തരത്തിലുമുള്ള മോഡിഫിക്കേഷൻ നടത്താനും പാസ്വേഡ്, സ്റ്റോറേജ് ഉൾപ്പെടെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കാനും കഴിയും. ആപ്പ് ആവശ്യപ്പെടുന്ന പെർമിഷൻ കൃത്യമായി മനസ്സിലാക്കുക. ചില ആപ്പുകൾക്ക് നമ്മുടെ ലൊക്കേഷനും മെയിലും ഫോൺ നമ്പറും മറ്റ് ഡിഫാൾട്ടായി തന്നെ അറിയാൻ കഴിയും. ആപ്പുകൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പെർമിഷനുകളാണ് നൽകുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. അല്ലാത്തവ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിനു മുൻപും നൽകിയതും ആവശ്യപ്പെട്ടതുമായ പെർമിഷനുകൾ നിരീക്ഷിക്കുക. പ്രൈവസി സെറ്റിംഗ് ഉറപ്പാക്കുക തന്നെ വേണം. അങ്ങനെയാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. മിക്ക ആപ്പുകളും തേർഡ് പാർട്ടി നോമിനേഷനാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പോലീസ് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.